ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ നാളെയാണ് നമ്മുടെ ഹിന്ദിയുടെ എക്സാം വരുന്നത്. നമുക്ക് പൊളിച്ചെടുക്കാനുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നിർബന്ധമായിട്ടും ഈ വീഡിയോ ഫുള്ള് മക്കൾ കാണണം. നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് ഉപകാരം മാത്രമേ ഉള്ളൂ. കാരണം ഹിന്ദി ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടുള്ള മക്കൾ ഉണ്ടാവും, ഇനിയിപ്പോ നന്നായിട്ട് പഠിച്ച മക്കൾ ഉണ്ടാവും. എല്ലാവർക്കും വേണ്ട ഒരു സംഭവമാണ് ഇതേ പറയാൻ പോകുന്നത്. എന്താണത്? അതായത് ഡയറി വരും, ലെറ്റർ വരും, എന്തൊക്കെ വരും, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഫസ്റ്റ് മുതൽ നമുക്കൊരു ചെറിയ ഐഡിയ ഉണ്ടാക്കാം അല്ലെ. ഓക്കെ, നമുക്ക് എത്ര ചാപ്റ്റേഴ്സാണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം ഒന്ന് സെറ്റാക്കാം. നോക്കാം. ജബ് ഹം തീരെ ചലത്തെ എന്ന് പറയുന്ന ഒരു പാഠം ഉണ്ടായിരുന്നു നമ്മുടെ അലൻഷാടെ. ആ ഒരു പാഠം എന്താണ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്നത് ഫിലിമിനെ കുറിച്ചിട്ടുള്ള ഒരു ഫിലിമി ലേഖ ഉണ്ടായിരുന്നു, അത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. മേരി വാ എന്ന് പറഞ്ഞ നമ്മുടെ താരെ ജമീൻ പർ എന്ന് പറയുന്ന ആ ഒരു സിനിമയിലെ ഒരു കവിതയല്ല, ഒരു സിനിമയിലെ ഒരു ഗീത് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതും നമുക്ക് സെറ്റാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്ന സാധനം എന്താണ്? നമ്മുടെ സയാനി ഭുവ്, നമ്മുടെ സ്മാർട്ട് അമ്മായിയുടെ എന്താണ് ഒരു കഥയുണ്ടായിരുന്നു. ആ കഥയും എന്ത് ചെയ്യണം, എന്റെ മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. ഓണം എക്സാമിന് പോർഷൻസ് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം വരും. ഒരു ക്വസ്റ്റ്യൻ എങ്ങാണ്ടോ വരും, എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും അതിനെ കുറിച്ച് ഒരു ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്? ഈ ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് ആണ്. ഇത് എന്തായാലും ഈ 4 ചാപ്റ്റേഴ്സ് എന്തായാലും എന്റെ മക്കൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് മിസ്സേ വരാൻ പോകുന്നത്? ഓക്കെ, നമ്മുടെ ഹിന്ദി എക്സാമിൽ വേറെ കുറെ സാധനങ്ങൾ ചോദിക്കുന്ന സിസ്റ്റം ഒന്നും ഇല്ല. എപ്പോഴും എന്ത് ചോദിക്കും? ഒരു ഡയറി ചോദിക്കാൻ സാധ്യത ഉണ്ട്. ലെറ്റർ, പത്ര മീൻസ് എന്താണ്? ലെറ്റർ. കുറെ മക്കൾ പത്ര എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ റിപ്പോർട്ടാന്നൊക്കെ വിചാരിച്ച് എഴുതി വെക്കാറുണ്ട്. അല്ല, പത്രം എന്ന് വെച്ചാൽ നമ്മുടെ ഹിന്ദിയിൽ എന്താണ്? ലെറ്റർ ആണ് എന്നുള്ള കാര്യം ആദ്യം മക്കൾ മനസ്സിലാക്കണം. ലെറ്റർ, പത്ര ലിഖിയേ എന്ന് പറയുന്ന സമയത്ത് റിപ്പോർട്ട് എഴുതാനല്ല പറയുന്നത്, ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം ഈ ഒരു മിസ്റ്റേക്ക് പല മക്കളും വരുത്താറുള്ളതുകൊണ്ടാണ് മിസ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ നോക്കുക, ലെറ്റർ വരാറുണ്ട്. അതേപോലെ തന്നെ പോസ്റ്റർ വരാറുണ്ട്. പോസ്റ്റർ, പല ടൈപ്പ് പോസ്റ്ററുകൾ വരാറുണ്ട്. ആശയം, ഒരു കവിതയുടെ ആശയം നമുക്ക് ചോദിക്കുന്നുണ്ടാവും. പിന്നെ വാർത്താലാപ്, കോൺവെർസേഷൻ നമുക്ക് ചോദിക്കുന്നുണ്ടാവും. വാക്യ വിസ്താർ കരെ, ഒരു 3 മാർക്കിനോ 2 മാർക്കിനോ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാക്യ വിസ്താർ കരെ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഇതിനൊക്കെ ഒരു ചെറുതായിട്ടൊരു ഫോർമാറ്റ് ഉണ്ട്. വാർത്താലാപ് നമുക്ക് എന്താണ്? ഓക്കെ, അത് കണ്ടിട്ട് എഴുതാനേ പറ്റുള്ളൂ. പിന്നെ ആശയം നിങ്ങൾക്ക് ഒരു ലോജിക്ക് വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന സാധനമാണ്. ഓക്കെ, ബാക്കി എല്ലാ സാധനങ്ങൾക്കും ഒരു ഫോർമാറ്റ് ഉണ്ടാകും. 4 മാർക്കിനാണ് നമുക്ക് ഇതൊക്കെ ചോദിക്കുക. അപ്പൊ ഈ 4 മാർക്കിലെ ഒരു 2.5 മാർക്കോളം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് മാത്രം മതി? ഈ ഫോർമാറ്റ് മതി. ഫോർമാറ്റ് ഇല്ലെങ്കിൽ മാർക്കും പോവും. അതാണ് നമ്മുടെ പ്രത്യേകത കേട്ടോ. അപ്പൊ എന്താണ് മക്കള് ആദ്യം, ഇപ്പൊ ഹിന്ദി അറിയില്ലെങ്കിലും എന്ത് പഠിച്ചിട്ട് പോകണം? എന്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്? ഫോർമാറ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതാണ് നമ്മൾ ഇപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ലാസ്റ്റ് വരെ കാരണം എല്ലാ സംഗതികളും പറയുന്നുണ്ട്. എന്തായാലും എന്റെ മക്കള് പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതിലൊരു കോംപ്രമൈസും ഇല്ല. ഇത് നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഹിന്ദിയുടെ എക്സാമിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മള് ഡയറിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഡയറിയാണ് വരാൻ ചാൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജബ് ഹം ധീരെ ചലത്തെ എന്ന് പറയുന്ന പാഠത്തുനിന്ന് കുറെ ആൾക്കാരുടെ ഡയറി വരാൻ ചാൻസ് ഉണ്ട്. ആ ഇടയ്ക്ക് നമ്മുടെ മൈത്തേയോടെ വരാം, അലൻഷായുടെ വരാം, അതായത് നമ്മുടെ കാത്തറീനയുടെ വരാം. അങ്ങനെ ആരുടെ വേണമെങ്കിലും ഡയറി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഈ ഡയറി വന്നാലും എന്റെ മക്കൾ എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കേണ്ട. പകുതി നമ്മുടെ ഫോർമാറ്റ് ഉണ്ടെങ്കിൽ എന്തായി, സൂപ്പർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ബാക്കി ഹിന്റും കാര്യങ്ങളും എവിടുന്ന് കിട്ടും? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ആ ഒരു ലോജിക്ക് വെച്ചിട്ട് കുറച്ച് ലോജിക്കും പിന്നെന്താണ്, നന്നായിട്ട് കുറച്ച് കോൺഫിഡൻസും കാര്യങ്ങളും പിന്നെ അതിനെക്കുറിച്ച് ഒരു ചെറുതായിട്ടുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സൂപ്പറായിട്ട് ഹിന്ദി എക്സാം എഴുതാടാ. വലിയ സീനൊന്നും അല്ല കേട്ടോ അത്. അപ്പൊ നോക്കി എന്താണ് അടുത്തത്? ഈശാൻ അവസ്ഥയുടെ ആണ്. നമ്മുടെ മേരിമ എന്ന് പറയുന്നത് ഈശാൻ അവസ്ഥയുടെ എന്ത് ഡയറി വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അന്ന് രാത്രി അവൻ എഴുതുന്ന ഒരു ഡയറിയിൽ അയ്യോ എന്റെ അമ്മ എന്നെ ഒറ്റയ്ക്കിട്ട് പോയേ എന്ന് പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ ആ ഡയറി എന്റെ മക്കൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഇനി ആരുടെ ഏത് ക്യാരക്ടറിന്റെ ഡയറി വന്നാലും നിങ്ങൾ കുറച്ച് ഫോർമാറ്റുകൾ പഠിച്ചിട്ടുണ്ടാവണം. കഥാപാത്രത്തിന് സന്തോഷമാണെങ്കിൽ ഒരു ഡയറി, കഥാപാത്രത്തിന് സങ്കടമാണെങ്കിൽ മറ്റൊരു ഡയറി. ഇത് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ഓണപരീക്ഷയ്ക്കും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങൾ ഒന്നുകൂടി എന്താണ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം എന്താണ്? പഠിക്കണം. ഇത് പഠിച്ചാൽ തന്നെ പകുതി മാർക്ക് ഓക്കെയാണ്, സെറ്റാണ്. അപ്പൊ നോക്കിക്കേ, എന്താണ് ആദ്യം ഡയറി നമ്മൾ എത്ര പറഞ്ഞാലും നിങ്ങൾ എന്താണ് ഇടയ്ക്ക് വെച്ചിട്ട് ലെറ്ററും ഡയറി എന്താക്കും? മിക്സ് ആക്കി എഴുതുന്ന പരിപാടി ഉണ്ട് മക്കൾക്ക്. അപ്പൊ അതെന്ത് ചെയ്യരുത്? നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പൊ നോക്കാം, നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ആദ്യം ഡേറ്റ് എഴുതണം. ഡേറ്റ്
പിന്നെന്താണ്, ടൈം എഴുതണം. ടൈം എഴുതണോ മിസ്സേ എന്ന് ഒരുപാട് മക്കൾ ചോദിക്കാറുണ്ട്. ടൈം എഴുതിക്കോ, അത് എഴുതാൻ ഇപ്പൊ എന്താ ഇപ്പൊ ഒരു ബുദ്ധിമുട്ട്? 9 മണി എന്ന് എഴുതാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഒരു 9 മണി ഇട്ടൂടെ. അപ്പൊ എന്താണ്, ഒരു 9 ബജെ 9 ബജെ എന്ന് നമ്മൾ ഇടുന്നു. പിന്നെന്താണ്, ബുധവാർ, സോമവാർ, ശുക്രവാർ, മംഗൾവാർ, രവിവാർ ഏതെങ്കിലും ഒന്ന് എഴുതി വെക്കാം. മക്കൾക്ക് ഏറ്റവും എളുപ്പം ഏതാണോ അതിനനുസരിച്ചിട്ട് എഴുതി വെക്കാം. ഈ 3 ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും കുഴപ്പമില്ല. ഈ 3 ആൾക്കാർ ഇത് ഈ സൈഡിലായിട്ട് ഉണ്ടാകണം, നിർബന്ധമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കഥാപാത്രത്തിനനുസരിച്ചിട്ട് നമ്മുടെ എന്താണ്, നമുക്ക് സന്തോഷമാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എഴുതും, സങ്കടമാണെങ്കിൽ അതിനനുസരിച്ച് എഴുതും. നമ്മുടെ ഈശാന അവസ്ഥയാണെങ്കിലോ, നമ്മുടെ മേരി മാലി ഈശാന അവസ്ഥയാണെങ്കിൽ അവൻ സങ്കടമാണ്, അപ്പൊ സങ്കടമുള്ള ഡയറി ആയിരിക്കും എഴുതുന്നുണ്ടാവുക. ഇനിയിപ്പോ എന്താണ്, വേറെ അലൻഷായുടെ എന്തെങ്കിലും സന്തോഷമുള്ള ദിവസത്തെ ഡയറി ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഡയറിയുടെ ഈ ഒരു രീതിയിലായിരിക്കും എഴുതേണ്ടത്. അപ്പൊ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കുക മക്കളെ, ശ്രദ്ധിച്ച് കേൾക്കുക. ഇതങ്ങനെ പഠിക്കുക, ഇത് കാണാതെ അങ്ങ് പഠിക്കേണ്ട സംഭവമാണ്. ഇത് നമ്മൾ എന്താണ്, ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടാതെ എഴുതാൻ വേണ്ടിയിട്ട് മക്കൾ ശ്രമിക്കണം. ഇത് കാണാതെ പഠിക്കേണ്ട, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടാതെ. ബാക്കിയൊക്കെ നമുക്ക് നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് അങ്ങ് എഴുതാം, പക്ഷെ ഫോർമാറ്റ് ഭാവനയ്ക്ക് അനുസരിച്ച് വരത്തില്ല, നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പൊ നോക്കിക്കേ, ആജ് കാ ദിൻ मैं कैसे भूलूं, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. ഓക്കെ, എങ്ങനെ മറക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സൂപ്പർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എഴുതാൻ പറ്റും. ആജ് ഖുഷി കാ ദിൻ താ, ഇന്ന് ഹാപ്പി ആയിട്ടുള്ള, ഖുഷി മീൻസ് എന്താണ്, ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്, സന്തോഷമാണല്ലോ നമ്മുടെ കഥാപാത്രത്തിന്. മേരാ മൻ ബഹുത് ഭർ ഗയാ ഹേ, എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ വേണം. വെറുതെ അങ്ങ് ആജ് കാ ദിൻ അവിസ്മരണീയ ദിൻ താ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മക്കൾ തുടങ്ങാറ്. അതൊക്കെ നിർത്തിക്കോടാ, ഇങ്ങനെയൊക്കെ എഴുതിയാലേ ഉള്ളൂ ടീച്ചർമാരെ ഇംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ എഴുതിക്കോളാം. അപ്പൊ നോക്കുക, മേരാ മൻ, എന്റെ മനസ്സ്, ബഹുത് ഒരുപാട്, ഭർ ഗയാ ഹേ, ഭർ എന്ന് വെച്ചാൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ള നമ്മൾ എഴുതുന്നു. ഓക്കെ, ഇത്രയും ഖുഷി, ഇത്രയും ഹാപ്പിനെസ് എനിക്ക് ജിന്ദഗി മേ, ലൈഫില് എന്താണ്, ഫസ്റ്റ് ടൈം, പെഹലി ബാർ വെച്ചെന്നാണ്, ഫസ്റ്റ് ടൈം ആണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വേണം എന്റെ മക്കൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ കഥാപാത്രത്തിന് എന്താണോ സംഭവിച്ചത് അത് എഴുതുന്നത്. ഇപ്പൊ ഈശാന അവസ്ഥയാണെങ്കിൽ എന്താണ് ഉള്ള കാര്യം, പിന്നെ ഇത് ഹാപ്പി ആയിട്ടുള്ള ഡയറിയാണ്, നമ്മുടെ അലൻഷാ പറയായിരിക്കും, ഇന്ന് നല്ല രസമായിരുന്നു, ഇന്ന് ഞങ്ങളുടെ ഇത് എന്താണ്, എന്ത് ചെയ്തു, ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഡാൻസ് കളിച്ചു, പാട്ട് പാടി, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇവിടെ എഴുതുന്നു. എന്നിട്ട് ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, യേ മേരി ജീവൻ കാ ഏക് അവിസ്മരണീയ ദിൻ താ. നിങ്ങൾ ആദ്യം ചേർത്ത് കൊടുക്കുന്ന അവിസ്മരണീയ ലാസ്റ്റ് ചേർത്ത് കൊടുത്തോളൂ. നോക്ക്, എന്താണ്, ആജ് മേരെ ജീവൻ കാ, എന്റെ ജീവിതത്തിലെ അവിസ്മരണീയായിട്ടുള്ള, അതായത് അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള, മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു എന്ന് എഴുതാം. അല്ലെങ്കിൽ മക്കൾക്ക് പഠിക്കാൻ എളുപ്പം ഇതാണെങ്കിൽ ഇത് പഠിച്ചു വെക്കാം. ആജ് കാ ദിൻ മേരെ ലിയേ ഹമേശ, എപ്പോഴും എന്തായിരിക്കും, യാദ്ഗാർ രേഖ, ഓർമ്മ നിൽക്കും. ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അവിസ്മരണീയ പഠിക്കേണ്ടവർക്ക് അത് പഠിക്കാം, യാദ്ഗാർ പഠിക്കേണ്ടവർക്ക് അങ്ങനെ പഠിക്കാം. ഏതാണോ എളുപ്പം അതങ്ങ് പഠിച്ചു വെക്കാം. ഇനി നമ്മുടെ കഥാപാത്രത്തിന് സങ്കടമാണ് എങ്കിൽ, അതാണ് നമ്മുടെ ഇഷാൻ അവസ്ഥ. എന്താണ്, അവരെ ബോർഡിങ്ങിൽ അച്ഛനും അമ്മയും അങ്ങോട്ട് പോയി, എന്നിട്ട് അവൻ ഫുള്ള് സങ്കടമാണ്, സാഡായിട്ട് കരയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ നിന്ന് എന്താണ്, അവനാണെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരു ഡയറി ആയിരിക്കും, ഇങ്ങനെയായിരിക്കും തുടങ്ങുന്നുണ്ടാവുക ഡയറി. നോക്കാം, ഡേറ്റ്, ഡേ, ടൈം, ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ട് വെക്കുന്നു. അത് മസ്റ്റാണ്. പിന്നെ എഴുതുന്ന സമയത്ത് തന്നെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പേപ്പർ എടുക്കുക. ചില ആൾക്കാരുണ്ടാവും, ഇതാണ് നമ്മുടെ പേപ്പർ എന്നെങ്കിൽ ഇതിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ഡയറി അങ്ങ് തുടങ്ങും. ഇങ്ങനത്തെ പേപ്പർ ഒന്നും കാണാൻ വയ്യടാ. ഓക്കെ, ഇതിന്റെ അടിയിൽ വെച്ചിട്ട് എന്താണ് തുടങ്ങും. ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. മക്കൾ എന്ത് ചെയ്യണം, ഒരു ഫ്രഷ് ആയിട്ടുള്ള പേജ് എടുത്തത് ഇങ്ങനെ അങ്ങ് എഴുതി തുടങ്ങണം. ഡയറി, ലെറ്റർ, ഈ വക സാധനങ്ങളൊക്കെ അങ്ങനെ വേണം എഴുതി തുടങ്ങാൻ വേണ്ടിയിട്ട്. ഈ അടിയിലൊക്കെ ആവുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. അത് എന്താണ്, ഫ്രഷ് പേജ് എടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് മാർക്കും എന്താണ് കിട്ടാതെ പോകുന്ന പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ആജ് കാ ദിൻ മേ കൈസേ ഭൂലും, ഒരു കഥാപാത്രത്തിന് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അന്നത്തെ ദിവസം എങ്ങനെ മറക്കും എന്ന് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ സെയിം ടു സെയിം കേട്ടോ. ആജ് കൈസേ ദിൻ താ, എങ്ങനെയുള്ള ദിവസമായിരുന്നു, ഇങ്ങനെയുള്ള ദിവസം, എന്തൊരു ദിവസമായിരുന്നു നമ്മൾ പറയില്ലേ, അങ്ങനെ കേട്ടോ. ഇത്നാ ബുരാ ദിൻ, നമ്മളിവിടെ ഇത്നാ ഖുഷി എന്ന് പറഞ്ഞു, ഇവിടെ ഇത്നാ ബുരാ ദിൻ എന്ന് പറയുന്നു. ബുരാ ദിൻ എന്താണ്, ബാഡ് ആയിട്ടുള്ള ഡേ ജീവിതത്തിൽ പെഹലി ബാർ ആയ ഹേ, ഫസ്റ്റ് ടൈം ആണ് വന്നിട്ടുള്ളത്. എന്നിട്ട് സങ്കടം പറച്ചിൽ ഫുള്ള് ദേ ഒരു ഡോട്ട് ഇട്ട ഭാഗത്ത് എഴുതുന്നു. ഇനി ഇത് മാത്രം എഴുതി വെച്ചാൽ മാർക്ക് കിട്ടത്തില്ലേ മക്കളെ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം, എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത് മാത്രം പഠിച്ചു പോയാലും നിങ്ങൾക്ക് എന്ത് മാർക്ക് കിട്ടും എന്നാ പറഞ്ഞു വരുന്നത്, മാർക്ക് കിട്ടും, ജയിക്കാനുള്ള വഴിയൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ലാസ്റ്റിലോട്ടുള്ള ഭാഗം എന്താണ്, യാ മേരെ ജീവൻ കാ ഏക് അവിസ്മരണീയ ദിൻ താ.
സാധനം സെയിം ടു സെയിം. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും നമുക്ക് അന്നത്തെ ദിവസം മറക്കാൻ പറ്റില്ലടാ, അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു. അല്ലെങ്കിൽ യാദഗാറായിട്ടുള്ള ഓർമ്മ നിൽക്കുന്ന ഒരു ദിവസമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡയറി അവസാനിപ്പിക്കുന്നു. ഡയറി മസ്റ്റ് ആണ്. ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന്റെ ഡയറി ചോദിക്കും. അപ്പൊ ഡയറിയുടെ ഫോർമാറ്റ് എന്റെ മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. ഇനിയുള്ളത് നമുക്ക് ലെറ്റർ ആണ്. ലെറ്റർ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഹിന്ദിയിൽ നമുക്ക് ആർക്ക് മാത്രമേ കത്തയക്കാൻ വരുള്ളൂ? ഒന്നില്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിന്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടപ്പെട്ട നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഏതെങ്കിലും അച്ഛനോ അമ്മയ്ക്കോ അങ്ങനെ ആർക്കെങ്കിലും അയക്കാൻ വരുള്ളൂ. ഇനി അഥവാ വരികയാണെങ്കിൽ എന്താണ് ഫോർമാറ്റ് ഒക്കെ ഏകദേശം ഒരേപോലെ ആയിരിക്കും. പിതാജി എന്ന് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് മിത്ര, സുഹൃത്ത് എന്ന് പറഞ്ഞ് മാറ്റി കൊടുക്കുക. സുഹൃത്തിനാണ് ഏറ്റവും കൂടുതൽ വരാറ്. അപ്പം നമ്മൾ ഇവിടെ തന്നിട്ടുള്ള സുഹൃത്തിന് അയക്കുന്ന ഒരു ലെറ്ററിന്റെ ഫോർമാറ്റ് ആണ്. ഇത് തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഇത് തന്നെ പഠിക്കുക. ലെറ്ററിന്റെ ഫോർമാറ്റ് മക്കൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ലെറ്ററിന്റെ ഫോർമാറ്റിന് മാത്രം നമുക്ക് 2.5 മാർക്കൊക്കെ കിട്ടും. പിന്നെ നിങ്ങൾ അതിന്റെ ഉള്ളിൽ എഴുതുന്ന കാര്യങ്ങൾക്ക് വളരെ കുറച്ച് മാർക്കേ ഉള്ളൂ. അപ്പൊ ഫുള്ള് മൊത്തത്തിൽ ഒരു ഫോർമാറ്റ് ഒക്കെ പക്ക ആക്കി ഒരു സാധനം നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് തന്നെ കിട്ടും. അപ്പൊ ഫോർമാറ്റ് നിർബന്ധമായിട്ടും പഠിച്ചോളാം. ലെറ്ററിന്റെ കാര്യത്തില് ജബ് ഹം തീരെ ചലത്തെ ഹേ എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ എന്തും വരാൻ സാധ്യതയുണ്ട്. ഈശാനാവസ്ഥ. ഈ ഈശാനാവസ്ഥ എന്ത് ചെയ്യാണ്? തന്റെ ഈ ഒരു സങ്കടം പറച്ചിലൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്? തന്റെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഒരു ലെറ്റർ അയക്കാന്ന് വിചാരിക്കാം. ആ ലെറ്റർ എന്താണ് നമുക്ക് ചോദിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പം എന്ത് ചെയ്താൽ മതി? ഈ ഫോർമാറ്റ് വെച്ച് കുത്തിക്കലക്കി എഴുതിയാൽ മതി. ഇനി ഏത് കഥാപാത്രം വന്നാലും ഈ ഫോർമാറ്റ് വെച്ച് എഴുതിയാൽ മതി. ഒരു ടെൻഷനും ഇല്ല കേട്ടോ. ഇനി മന്നു ഭണ്ഡാരി, നമ്മുടെ മന്നു ഭണ്ഡാരിയുടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ലെറ്റർ നമുക്ക് എഴുതാനുണ്ട്. ആ ലെറ്റർ ഇന്നത്തെ മെഗാ മാരത്തോണിൽ മിസ് പറഞ്ഞു തരും എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ളത് കേട്ടോ. ഓക്കെ, മന്നു ഭണ്ഡാരി ഒരു ടൈപ്പ് ലെറ്റർ എഴുതാൻ സാധ്യതയുണ്ട്. അതായത് എങ്ങനെയെന്നറിയോ? ഏത് ഭാഗത്തു നിന്നാ വരാൻ സാധ്യത വെച്ചാല് നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് മന്നു ഭണ്ഡാരിനോട് സയാനി ബുവേന്റെ അടുത്ത് പോയിട്ട് നീ പഠിച്ചോ എന്ന് പറയുന്ന ഭാഗം. അപ്പം അവക്ക് ഇത് പോകാനുള്ള ഇഷ്ടമില്ല. അപ്പൊ അവള് ഈ ഒരു സങ്കടം പറഞ്ഞുകൊണ്ട് അവളുടെ ഫ്രണ്ടിന് ഒരു കത്ത് അയക്കാന്ന് വിചാരിക്കാം. ആ കത്ത് എങ്ങനെയായിരിക്കും? ആ കത്ത് നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ എന്ത് ചെയ്യണം? അത് പഠിച്ചോണം. അത് ഇന്ന് നമ്മൾ മെഗാ മാരത്തോണിൽ പറഞ്ഞ് സെറ്റാക്കും. അതിനു മുമ്പേ, ഈ മെഗാ മാരത്തോണിൽ അത് കേൾക്കുന്നതിന് മുന്നേ എന്റെ മക്കൾ എന്ത് പഠിച്ചിട്ടുണ്ടാവണം? ഈ ഫോർമാറ്റ് അങ്ങ് പഠിച്ചു വെക്കാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഈസി ആവും കേട്ടോ. അപ്പൊ നോക്കാം, ലെറ്റർ ആണ്. ലെറ്ററിന്റെ ഫോർമാറ്റിൽ നോക്കിക്കേ. സ്ഥാനാണ് ആദ്യം എഴുതുന്നത്. പിന്നെ എന്ത് എഴുതണം? നമ്മള് ഡേറ്റ് എഴുതണം. ലെറ്ററും ഡയറിയും മിക്സ് ആയി പോവരുത് എന്റെ മക്കൾക്ക്. കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. എപ്പോഴും മക്കൾ ചെയ്യുന്ന ഒരു പ്രശ്നമാണിത്. അപ്പൊ രണ്ടും മാറിപ്പോവരുത്. സ്ഥാനം എഴുതാ, ഡേറ്റ് എഴുതാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും പറഞ്ഞ എന്താണ്? നമ്മൾ നമ്മുടെ ഫ്രണ്ടിനാണ് കത്തയക്കാൻ പോകുന്നത്. അപ്പൊ പ്രിയ മിത്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നു. എന്നിട്ട് നോക്കിക്കേ, തും കാസേ ഹോ, നിനക്ക് സുഖമാണോ? ഇത് അങ്ങനെ പഠിക്കുന്ന സാധനമാണേ. തും കാസേ ഹോ എന്ന് തന്നെ ചേർത്ത് കൊടുക്കണം. ഹേ ഒന്നും ആയി പോവരുത് കേട്ടോ. നിനക്ക് എങ്ങനെയുണ്ട്? മേ ഹാ ടീക്ക് ഹൂ, ഞാൻ ഇവിടെ ഓക്കെ ആണ്, ഞാൻ ടീക്കാണ്, എനിക്ക് ഓക്കെ ആണ്. മേ യഹ് പത്ര, ഞാൻ ഈ ഒരു ലെറ്റർ, एक विशेष बात, ഒരു വിശേഷപ്പെട്ട ബാത് കാര്യം ബത്താനെ കെ ലിയെ പറയാൻ വേണ്ടിയിട്ടാണ് ലിഖ് രഹാ ഹൂം എഴുതുന്നത്. ഇത് മക്കൾ എന്ത് ചെയ്യുക? ഒരു റഫ് നോട്ടിലോട്ടോ അങ്ങോട്ട് എന്തെങ്കിലും നോട്ടിലോട്ട് എഴുതിയെടുത്തിട്ട് മിസ് പറയുന്ന മലയാളം കൂടി മുകളിൽ എഴുതിയെടുക്കുക. എന്നിട്ട് പഠിച്ചാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഹിന്ദി കുറച്ച് ബുദ്ധിമുട്ടുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മള് കുച്ച് ദിൻ പെഹലെ, കുറച്ച് ദിവസം മുമ്പുണ്ടല്ലോ, അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ ഇത് ഇങ്ങനെ എഴുതും. എന്തൊക്കെയാണോ ഉണ്ടായിട്ടുള്ളത് ആ കാര്യങ്ങൾ. ഒരുപാട് വാരി വലിച്ച് എഴുതരുത്. വളരെ ഷോർട്ടായിട്ട് മാത്രം എഴുതിയാൽ മതി ഈ ഭാഗത്ത്. പക്ഷെ ലെറ്റർ കഴിഞ്ഞു ഇല്ല. പ്രിയപ്പെട്ട സുഹൃത്തിനെ പറഞ്ഞു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു, എന്താണ് ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പാരഗ്രാഫ്, തേർഡ് പാരഗ്രാഫിൽ നമ്മൾ എന്ത് എഴുതണം? എല്ലാവരോടും എന്റെ ഇഷ്ടം അറിയിക്കണം. മറുപടി കത്തിന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. മറുപടി കത്ത് മസ്റ്റ് ആണ്. അത് എന്തായാലും എന്റെ മക്കൾ എഴുതണം. നോക്കിക്കേ, സബ്കോ മേരാ പ്യാർ കരുതേന, എല്ലാവരോടും എന്റെ സ്നേഹം അറിയിക്കണം എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് ജവാബി പത്ര, ആ വാക്ക് പഠിച്ചു വെച്ചോളാം. മറുപടി കത്തിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന പേരാണ് ജവാബി പത്ര എന്ന് പറയുന്നത്. അപ്പൊ ആ ജവാബി പത്രത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി എഴുതുന്നു. എന്നിട്ട് എപ്പോഴും എന്റെ മക്കൾ മറക്കുന്ന 2 ആൾക്കാരെയാണ് ഇത് ഇവിടെ നിൽക്കുന്നത്. ഒന്ന് തുമാരാ മിത്ര, നിന്റെ സ്വന്തം സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് ആരാണോ ലെറ്റർ എഴുതുന്നത് അവരുടെ പേര് എഴുതണം. പിന്നെ ഇവിടെ ഇയാൾ ഇമ്പോർട്ടന്റ് ആണ്. ഇയാൾ ഇല്ലാണ്ട് നമ്മൾ ലെറ്റർ എഴുതാനേ പാടില്ല. ഇയാളെ നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 1 മാർക്ക് വരെ ടീച്ചർമാർ കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇയാളെ മറക്കാനേ പാടില്ല. സംഭവം എന്താണ്? ടു അഡ്രസ് ആണ്. ഏതോ ഒരാൾക്കാണല്ലോ നമ്മൾ കത്തയക്കുന്നത്. അയാളുടെ അഡ്രസ്, അഡ്രസ് ഒന്നും എന്റെ മക്കൾ ഉണ്ടാക്കി എഴുതേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് അങ്ങനെ എഴുതി വെച്ച് ബോക്സിലിട്ട് കൊടുത്താൽ മതി. സേവാമേ ടു
നാം എന്ന് വെച്ചാൽ നെയിമാണ്, പത്ത എന്ന് വെച്ചാൽ അഡ്രസ്സാണ്. ഇത് അങ്ങനെ അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും എഴുതി ഒരു ബോക്സ് ഒക്കെ വരച്ച് സുന്ദരകൂട്ടപ്പനാക്കി വെച്ചാൽ ഫുൾ മാർക്ക് സെറ്റാണ്. നമുക്ക് ഫുൾ മാർക്ക് സെറ്റാണ്. നടുവിൽ നിങ്ങൾക്ക് ഒരു ഏകദേശ രീതിയിൽ എഴുതി വെച്ചാലും മാർക്ക് കിട്ടും. ഇനിയുള്ള പരിപാടിയാണ് പോസ്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള പോസ്റ്റർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒരു സിനിമാ പ്രദർശനം നടക്കുന്നുണ്ട്. ചിലപ്പോൾ ബൈസിക്കിൾ തീവ്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ താരേ ജമീൻ പർ ആയിരിക്കാം. ഏതെങ്കിലും ഒരു സിനിമ നടക്കുന്നുണ്ട്, സിനിമയുടെ പ്രദർശനം നടക്കുന്നുണ്ട്. അപ്പൊ ആ പ്രദർശനത്തിന് വേണ്ടി എന്ത് ചെയ്യണം, നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. ആ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാർ കീജിയെ. ഇങ്ങനെയായിരിക്കും നമുക്ക് മിക്കവാറും എന്ത് വരാൻ പോകുന്നത്, പോസ്റ്റർ വരാൻ പോകുന്നത്. അപ്പൊ എന്റെ മക്കൾക്ക് അറിയാം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പകുതി ക്വസ്റ്റ്യൻ ഉണ്ടാവും. പോസ്റ്ററിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പകുതി എന്തുണ്ടാവും, ആൻസറുകൾ ഉണ്ടാകും. അത് വെച്ച് എഴുതാം. ഫിലിമോത്സവമാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഉണ്ടാവും. സിനിമ പ്രദർശനമാണ് നടക്കുന്നതെന്നുണ്ടാവും. സിനിമയുടെ പേര് ഏത് സിനിമയാണോ അതാണ് നമ്മൾ ചക്ക വലുപ്പത്തിൽ എഴുതി വെക്കേണ്ടത്. അതങ്ങ് നന്നായി വലുതാക്കി അങ്ങ് എഴുതി വെക്കാം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പോയിന്റ് അറിയെങ്കിൽ അത് എഴുതി വെക്കാം. ഇത് നമ്മുടെ ബൈസിക്കിൾ തീവ്സിന്റെ ആണ്. അപ്പൊ നോക്കിക്കേ, വിക്ടോറിയോ ദേ സിക്ക ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇയാളുടെ പേര് മാത്രം പഠിക്കാൻ പറ്റുവാണെങ്കിൽ മാത്രം എന്റെ മക്കൾ പഠിച്ചു വെക്കാം. പഠിക്കാൻ പറ്റുവാണെങ്കിൽ മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. ഇറ്റാലിയൻ മൂവിയാന്ന് നമുക്കൊക്കെ അറിയാലോ, ഇറ്റാലിയൻ ഫിലിം എന്ന് എഴുതിയാലും മതി. ബ്രാക്കറ്റിൽ എന്തറിയാവോ അത് ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. എന്നിട്ട് പിന്നെ ഒരു തള്ള് അങ്ങോട്ട് തള്ളുക. നോക്കിക്കേ, ഒരു ഡേറ്റ് എഴുതാ, ഒരു ടൈം എഴുതാ, പിന്നെന്ത് എഴുതാ, ഒരു പ്ലേസ് എഴുതി കൊടുക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം എഴുതി കൊടുക്കാം. ഡേറ്റ്, ടൈം, പ്ലേസ്, ഏതെങ്കിലും സ്കൂളിന്റെ ഒക്കെ പേര് എഴുതി വെച്ചാൽ മതി. ഇനി നിങ്ങള് ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതേണ്ട സാധനം സബ്കാ സ്വാഗത്. ഒരാളെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റർ നമ്മൾ ഒട്ടിക്കുന്നത് തന്നെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സബ്കാ സ്വാഗത്, എല്ലാവരും സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതണം. പിന്നെ ഇയാളെ മറന്നു പോകരുത്, ഒരു ക്ലബിന്റെ പേര് ലാസ്റ്റ് എഴുതി വെച്ചോണം. ഇത്ര എഴുതിയാലാണ് എന്റെ മക്കൾക്ക് 4 മാർക്ക് കിട്ടുക. ഇത്ര എഴുതിയാലാണ് 4 മാർക്ക് കിട്ടുക. അല്ലാതെ വേറെ രീതിയിൽ വെറുതെ ഒരു ബോക്സ് വരച്ച് ബൈസിക്കിൾ തീവ്സ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടത്തില്ല. പോസ്റ്റർ വന്നു കഴിഞ്ഞാൽ എന്തായാലും അറ്റൻഡ് ചെയ്യണം. പിന്നെ ഹിന്ദിയിൽ മെയിൻ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, എല്ലാ ക്വസ്റ്റിനും എന്റെ മക്കൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ പരിപാടി കേട്ടോ. പിന്നെ നമുക്ക് എന്താണ്, ആശയം വരാൻ സാധ്യതയുണ്ട്. മേരി മായിൽ നിന്നുമാണ് ഈ പ്രാവശ്യം നമുക്ക് എക്സാമിന് വരാൻ സാധ്യത. ചിലപ്പോ ബാബ ഒരു ബാബാക്കി ചെടിയെന്നും വരാം. എന്താണ്, ചിലപ്പം, വളരെ കുറച്ച് മാത്രം സാധ്യത ബാബ ഒരു ബാബാക്കി ചെടിയിൽ നിന്നുണ്ട്. അപ്പൊ എന്റെ മക്കൾ അതും കൂടി ഒന്ന് പഠിച്ച് സെറ്റാക്കിയിട്ട് പോയിക്കോളാം. പല സ്കൂളിലും അത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം. അതുകൊണ്ട് അതും കൂടി ഒന്ന് പഠിച്ച് ജസ്റ്റ് ഒന്ന് പഠിച്ച് പോയിക്കോളാം. ആശയം ചോദിക്കും. ആശയം ചോദിക്കുന്ന സമയത്ത് പഠിക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്, കവിയുടെ പേര് പഠിച്ചിട്ടുണ്ടാവണം, വിഷയം പഠിച്ചിട്ടുണ്ടാവണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. ആശയം വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് പിരമിഡാണ്. പിരമിഡ് അല്ലെങ്കിൽ വാക്യവിസ്താർക്കരെ എപ്പോഴും 3 അല്ലെങ്കിൽ 2 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ പിരമിഡ് എന്ന് വെച്ചാൽ പല മക്കളും കഴിഞ്ഞ പ്രാവശ്യം തെറ്റിച്ച് പോയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മളൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മക്കൾ അത് തെറ്റിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഒന്നുമില്ല, എന്ത് തരും, ഒരു സെന്റൻസ് അവിടെ തന്നിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് തരും, 2-3 വര ഇടും. എന്നിട്ട് ഇവിടെ സൈഡിൽ 2-3 എന്ത് തരും, മക്കൾക്ക് എക്സാമ്പിളുകളും തരും. ഈ സാധനങ്ങളൊക്കെ കുത്തി കയറ്റിട്ട് നമ്മളൊരു പെർഫെക്റ്റ് സെന്റൻസ് ഉണ്ടാക്കണം. ഓക്കെ, നമ്മൾ പറഞ്ഞു തെങ്ങ്, മുറ്റത്തുള്ള തെങ്ങ്, മുറ്റത്തുള്ള എന്താണ് നല്ല ഭംഗിയുള്ള തെങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ കൂട്ടി എഴുതാം. ഒരു സെന്റൻസിനെ ഓരോ വാക്കുകൾ ആഡ് ചെയ്ത് വലുതാക്കി കൊണ്ടുവരുന്ന പരിപാടി. ഇതെന്തായാലും ചോദിക്കും. മക്കൾ പലപ്പോഴും വരുത്തുന്ന തെറ്റെന്താന്ന് പറയട്ടെ, ഇതെല്ലാം കൂടി കൂട്ടി ഒറ്റൊരു സെന്റൻസ് ആക്കി എഴുതും. അങ്ങനെയല്ല, 3 സെന്റൻസ് നമ്മൾ ഉണ്ടാക്കണം. എന്നാലേ നമുക്ക് 3 മാർക്ക് ഇവിടെ കിട്ടത്തുള്ളൂ. അപ്പൊ നോക്കി മക്കള്, ഇസ്കാ മക്സദ് എന്നാണ് തന്നിട്ടുള്ളത്. ഇതിന്റെ മക്സദ് മീൻസ് ലക്ഷ്യം എന്നുള്ളതാണ്. പിന്നെ മക്കള് ആലോചിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനത്തെ ക്വസ്റ്റ്യന് നമുക്ക് അർത്ഥം അറിയാതെ ശരിക്കും എഴുതിയിട്ട് കാര്യമില്ല. മലയാളത്തിന്റെ അർത്ഥവും മലയാളത്തിന്റെ സ്ട്രക്ചറും ഹിന്ദിയുടെ സ്ട്രക്ചറും ഏകദേശം ഒരേപോലെയാണ്. അതുകൊണ്ട് മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മലയാളത്തിൽ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഹിന്ദിയിലോട്ട് മാറ്റി എഴുതാം. ഓക്കെ, ഈ ഒരു എന്തിന്റെ ലക്ഷ്യം, ഈ എന്തിന്റെയോ ഇസ്കാ ലക്ഷ്യം, ഇതിന്റെ ലക്ഷ്യം എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ഈ എപ്പോഴും പാഠഭാഗത്തിൽ നിന്ന് മാത്രമേ ഇത് വരുള്ളൂ എന്നുള്ള കാര്യം കൂടി മക്കൾ ആലോചിക്കാം. ഓക്കെ, എന്നിട്ട് പ്രൊജക്ട് എന്ന് തന്നിട്ടുണ്ട്. അനുഭവിക്കുക എന്ന് തന്നിട്ടുണ്ട്. സ്ലോ ഡ്രൈവിങ്ങിന്റെ എന്നും തന്നിട്ടുണ്ട്. വളരെ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തിന്റെ ലക്ഷ്യം എന്ന് തന്നിട്ടുണ്ട്, സ്ലോ ഡ്രൈവിംഗ് എന്ന് തന്നിട്ടുണ്ട്, പ്രൊജക്ട് എന്ന് തന്നിട്ടുണ്ട്, അനുഭവിക്കുക എന്നും തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് എന്റെ മക്കൾ പറഞ്ഞേ, ഇതിന്റെ ലക്ഷ്യം പറഞ്ഞു.
ഈ പ്രൊജക്ടിന്റെ ലക്ഷ്യം എന്ന് നമ്മൾ അടുത്തയാക്കുന്നു, പ്രൊജക്ട് ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, ഈ പ്രൊജക്ടിന്റെ ലക്ഷ്യം അനുഭവിക്കുക എന്ന് പറയുന്നതാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നു ഈ പ്രൊജക്ടിന്റെ ലക്ഷ്യം സ്ലോ ഡ്രൈവിംഗ് അനുഭവിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ എഴുതുകയാണ് ഇസ്കാ മക്സദ് ഇസ് പ്രൊജക്ട് കാ മക്സദ്, ഈ ഒരു പ്രൊജക്ടിന്റെ ലക്ഷ്യം, ഇസ് പ്രൊജക്ട് കാ മക്സദ്, ഈ ഒരു പ്രൊജക്ടിന്റെ ലക്ഷ്യം അനുഭവ് ലേനാത്ത, അനുഭവിക്കുക എന്ന് പറയുന്നതാണ്. ഇനി അടുത്ത് എങ്ങനെ എഴുതും നമ്മൾ? ഈ പ്രൊജക്ടിന്റെ ലക്ഷ്യം സ്ലോ ഡ്രൈവിംഗ് അനുഭവിക്കുക എന്ന് പറയുന്നതാണ്. അങ്ങനെ അങ്ങനെ കൂട്ടിച്ചേർത്ത് നമ്മൾ എഴുതുന്നു, നമ്മുടെ മാർക്ക് സെറ്റ് ആക്കുന്നു. 3 മാർക്കിനോളം നമുക്ക് ഇത് വരുന്നു. അപ്പൊ ഇത് വളരെ ഈസിയാണ്. ഇത്ര തന്നെ എന്റെ മക്കൾക്ക് കത്തിയിട്ടുണ്ടെങ്കിൽ അറിയാമെങ്കിൽ നമുക്ക് പകുതി മാർക്ക് നമ്മുടെ എക്സാമിന് സെറ്റാണ്. ഒരു സീനും ഇല്ല, നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ സൂപ്പറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റും. അപ്പൊ ഇത് പഠിക്കാതെ എന്റെ മക്കൾ പോകരുത്, നിർബന്ധമായിട്ടും പഠിക്കുക. ഗോ ഫോർ ഇറ്റ്, നിങ്ങളെ കൊണ്ട് കഴിയും. അപ്പൊ എന്റെ മക്കള് നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്, ടാറ്റാ, ബൈ ബൈ.